എൻ്റെ പേര് റോസ്മേരി. ഞാൻ വടക്കഞ്ചേരി, പാലക്കാട് വടക്കഞ്ചേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കലൂർ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ളൊരു അനുഭവമാണ് ഞാൻ പറയാൻ പോണേ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യുക, പാട്ട് പാടുക, സ്പോർട്സിന് പോവുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് എനിക്കിഷ്ടം. പഠിക്കുന്നതെന്ന് പറയുന്ന സാധനം എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ അതിനൊക്കെ പോവും. വേറെ എന്ത് പഠനമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യത്തിന് ഞാൻ പോവില്ല. പക്ഷേ അതൊഴികെ ബാക്കി എന്ത് പരിപാടിക്കും ഞാൻ പോവും. പ്രത്യേകിച്ച് ഡാൻസിന് ഞാൻ പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ +2 പഠിക്കുമ്പം ആദ്യമായിട്ട് കസിൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. ആ സിനിമയിലൊരു ഡാൻസ് കളിക്കാൻ പറ്റുന്ന രീതിയിലൊരു പാട്ടുണ്ട്. ഞാൻ ഫിസിക്സിൻ്റെ ലാബിന് തൊട്ട് മുമ്പ് ഒരു ഇൻ്റർവെൽ ആ ടൈമിൽ പുറത്ത് പോയിട്ട് ഞാനിങ്ങനെ ക്ലാസ്സിലേക്ക് കയറുന്നതിന് മുമ്പുള്ള സ്റ്റെപ്പിൻ്റെ അവിടെ ഞാൻ ആ പാട്ട് പാടിയിട്ട് നല്ല ഡാൻസ് കളിച്ച് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കാലിൽ നിന്ന് ടേന്നൊരു സൗണ്ട് കേട്ട്. ഞാൻ വെച്ചേ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ചെറിയ എന്തോ സൗണ്ടല്ലേ. കാല് നിലത്തൊന്ന് കുറച്ചതൊക്കെ ഇന്ന് ചവിട്ടി നോക്കി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനപ്പോൾ വളരെ സിമ്പിളായിട്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയി. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അന്ന് KCMൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ഒരു മുദ്രാവാക്യ റാലി. അപ്പോൾ അതിനൊക്കെ പോയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുരിശുവരെയൊക്കെ കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ കാലിങ്ങനെ ഒരു ചക്ക പോലെ ഇങ്ങനെ വീർത്തിരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും കാല് നിലത്ത് കുത്താൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പം ഞാൻ വേറെ ഡോക്ടറൊന്നും കാണിക്കാൻ പോയില്ല. ഞാനിങ്ങനെ ഒരു ആയുർവേദ വൈദ്യൻ തിരുമുന്ന ആളുടെ അടുത്ത് പോയപ്പോൾ അയാൾ പറഞ്ഞു കാലിൻ്റെ ജോയിൻറ്റ് ചെറുതായിട്ടൊന്ന് സ്കിപ്പായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ കാല് പിടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രാണം പോണ വേദനയൊക്കെ ആയിരുന്നു. അയാൾ എൻ്റെ അടുത്ത് ചായ കുടിച്ചോന്ന് ചോദിച്ചാൽ ചായ കുടിച്ചു എന്ന് പറയുന്ന ഗ്യാപ്പിൽ ഒറ്റ പിടിച്ചിട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഞാനിങ്ങനെ കാലിങ്ങനെ മരുന്നൊക്കെ തേച്ച് തുണിയൊക്കെ ചുറ്റി അങ്ങനെ നടന്നു. പക്ഷേ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഈ ഒരു പ്രായത്തിൽ അതങ്ങനെ ജോയിൻറ്റ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടി ഉറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കാലിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും ഒരു 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. കാല് നീര് വെക്കും. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇങ്ങനെ നിൽക്കും, എവിടെയെങ്കിലും ഇരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യം, എന്തെങ്കിലുമൊക്കെ പരിപാടി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഡാൻസ് കളിക്കാൻ പോകും, ഞാനിങ്ങനെ ഒരു കാഴ്ചക്കാരിയെ പോലെ നോക്കിയിരിക്കും. അതെന്നെ സംബന്ധിച്ച് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ധ്യാനത്തിന് പോയപ്പം നമ്മുടെ അട്ടപ്പാടി സൈക്യവനിൽ ധ്യാനത്തിന് പോയി. അപ്പോൾ ധ്യാനത്തിന് പോയപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ കാലിൽ ഇതൊന്ന് മാറ്റി തരുവാണെങ്കിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന് വേദനയൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വീണ്ടും ഒരു ദിവസം എൻ്റെ കാലൊക്കെ സെറ്റായി ഏകദേശം. ഞാനങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ആടിനെ പറമ്പിൽ കെട്ടിയിട്ടുണ്ട്, അതിനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. ഇതേപോലെ തുള്ളിച്ചാടി ഞാൻ വീണ്ടും പോയി. അപ്പോൾ ഇങ്ങനെ നല്ല മഴയൊക്കെ പെയ്തിറക്കണ സമയം, പുല്ലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. കുഴി ഏതാ കാട് ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. ഒന്നാമത്തെ ചാട്ടത്തിന് കുഴിക്കകത്തോട്ട് പോയി ഒരു കമ്പുണ്ടായിരുന്നു, അത് കാലിൻ്റെ അടിയിലോട്ട് അങ്ങോട്ട് കൊണ്ടുകയറി. അതും സെയിം കാല്, ആദ്യം ഏത് കാല് പോയോ അതേ കാലിൽ തന്നെ കൊണ്ടുകയറി. കുറ്റി അതിൻ്റെ ഉള്ളിലായി. ഞാൻ കുറ്റി പറിച്ചെടുത്തു. പക്ഷേ എന്തോ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു കുറ്റി അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്ക് മരുന്ന് ചെയ്തു. പക്ഷേ ആ കുറ്റി മൊത്തമായിട്ട് പോയില്ല. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈശോയോട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ കുറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നു. പിന്നെ അത് സെറ്റായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ പറമ്പിൽ കൂടെ നടക്കുന്ന സമയത്ത് ഓടി വന്നതാണ് കാല് വീണ്ടും അതേ കാല് തന്നെ വീണ്ടും മടങ്ങി. അപ്പോൾ 3 പ്രാവശ്യം സെയിം ജോയിൻ്റ് തന്നെ തെറ്റിയപ്പോൾ എനിക്ക് പിന്നെ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരു മിനിറ്റ് കൂടുതൽ എനിക്ക് ഒരിടത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഇപ്പോൾ ഒരു തേങ്ങ ചിരണ്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു തുണി അലക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പാത്രം കഴുകുമ്പോൾ, ഇതിന് ഞാൻ എടുക്കുന്ന ഒരു എഫേർട്ട് എൻ്റെ ഈ ഒരു കാലുവേദന മാറാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെല്ലെ എൻ്റെ കാലുവേദന മാറാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു ദിവസം എൻ്റെ കാല് വയ്യാണ്ടായിട്ട് ആ കാലിൻ്റെ അത് ബാൻഡേജ് പോലും അഴിച്ചിട്ടില്ല. അന്ന് തന്നെ ഞാൻ പള്ളിയിൽ വേറൊരു പരിപാടിക്ക് ഡാൻസ് കളിക്കാൻ പോയി. വീട്ടിലെല്ലാവരും വഴക്ക് പറഞ്ഞു, പക്ഷെ ഞാൻ പോയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഡാൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും കളിക്കാതിരിക്കാൻ പറ്റില്ല.
അങ്ങനെ ഞാൻ ഡാൻസിന് പോയി. പക്ഷെ ഞാൻ ഉള്ളിലിങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം കൂടെ ഉണ്ടാവും, അങ്ങനെയൊന്നും കൈവിടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പോയി. പിന്നീട് ഇന്നേ വരെ എന്താ പറയുക, ഞാൻ എന്ത് കാര്യം വന്നാലും ഈശോയോട് ഇങ്ങനെ പറയും, അത് എൻ്റെ ഈ കാൽവേദന മാറാൻ വേണ്ടിയിട്ട് ഞാൻ കാഴ്ചവെക്കുമെന്ന് പറയും. ഈവൻ ഒരു പാത്രം ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക. ചില സമയത്തൊക്കെ ആദ്യമൊക്കെ അമ്മ എന്തെങ്കിലും ഒരു പണി പറയുന്ന സമയത്ത്, എൻ്റെ കർത്താവേ അടുത്ത പണിയോ, നീ അമ്മയ്ക്ക് ഇതല്ലാതെ വേറെ ഒരു പണിയില്ല, എപ്പോഴും എൻ്റെ പറയുന്ന പണി 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 എന്ന് പറയും. അപ്പോൾ എനിക്കത് കേൾക്കുമ്പം ഭയങ്കര ഇറിറ്റേഷനാണ്. ഞാൻ ഒരിക്കലും അത് ചെയ്ത് കൊടുക്കും, പക്ഷേ ഹാപ്പി ആയിരിക്കില്ല. പറയാനുള്ളതൊക്കെ മനസ്സിൽ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് പണി ചെയ്ത് കൊടുക്കണത്. പിന്നീട് ഞാനത് ഗ്രാജുവലി എന്തെങ്കിലും പണിയോ എന്തെങ്കിലും കാര്യം അമ്മയോ ചേട്ടയോ പപ്പയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാം അങ്ങനെ മനസ്സിൽ കാലുവേദന മാറണം, ക്ഷമിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇങ്ങനെ എല്ലാം ഉള്ളിൽ അടക്കി വെച്ചിട്ട് ഞാൻ പറയും, ഈ കാലുവേദന ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാനത് കാഴ്ചവെക്കണം. ആ ദേഷ്യം ഞാനിങ്ങനെ മെല്ലെ മെല്ലെ കുറയ്ക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ എന്ത് പരിപാടിക്ക് എനിക്ക് ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, അവിടെ ഓടാം, ചാടാം. പിന്നീട് എനിക്ക് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ 1 മണിക്കൂറോ നിന്ന സ്ഥലത്ത് തന്നെ നിന്നാൽ പോലും എനിക്കിപ്പോൾ കാലുവേദന വരില്ല. എൻ്റെ ലൈഫിൽ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഞാൻ എന്നു മുതൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് എൻ്റേതായ കുറേ ബാഡ് ഹാബിറ്റ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്തിട്ട് ദൈവത്തിന് സമർപ്പിച്ച് ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, മുട്ടുകുത്തി എഴയാനോ കൈവിരിച്ച് പ്രാർത്ഥിക്കാനോ ഒന്നുമല്ല. എനിക്ക് ഡെയിലി എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്ന് മുതൽ ചെയ്യാൻ തുടങ്ങിയോ അന്ന് മുതൽ ദൈവം എൻ്റെ ലൈഫിൽ ഇടപെടാൻ തുടങ്ങി. എൻ്റെ കാലുവേദന മൊത്തമായിട്ട് എടുത്തു മാറി. ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു.